സെലിബ്രിറ്റീസിന്റെ സപ്പോർട്ടാണോ നിങ്ങളുടെ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒരു അൺപോപ്പുലർ ഒപ്പീനിയനാണ്, പറഞ്ഞു തീരുമ്പോൾ ചിലപ്പോൾ എൻ്റെ അവസ്ഥ ഇതായേക്കാം. കുറച്ച് ദിവസങ്ങളായി ജന്തർ മന്ദറിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. പോലീസും സിസ്റ്റവും സമരക്കാരോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്ന് നമുക്കറിയാം. അതിനെതിരായിട്ട് ഇന്ത്യ എപ്പാടും ഉണ്ടായിരിക്കുന്ന പ്രതിഷേധങ്ങളും നമുക്കറിയാം. ഒരുപാട് സെലിബ്രിറ്റീസും നോൺ സെലിബ്രിറ്റീസും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഇവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ തന്നെ ഒരുപാട് അധികം യൂസ് ചെയ്യാത്ത ഫ്രണ്ട്സ് പോലും ഈ വിഷയത്തിൽ സ്റ്റോറിയും സ്റ്റാറ്റസും പോസ്റ്റുകളും ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ചിലർ ഒരുപാട് സെലിബ്രിറ്റി വാലിഡേഷന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സെലിബ്രിറ്റി റിയാക്ട് ചെയ്തല്ലോ, അപ്പോൾ പിന്നെ ഇയാൾക്ക് എന്താ റിയാക്ട് ചെയ്താൽ? അയാൾ കാര്യം പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അയാൾ നമ്മളെ സപ്പോർട്ട് ചെയ്തല്ലോ, അപ്പോൾ ഇയാൾക്കും കൂടെ സപ്പോർട്ട് ചെയ്താൽ എന്താ? നിനക്കൊന്നും സ്പൈനില്ലടാ, നട്ടലില്ലടാന്ന് ചോദിക്കുന്ന കുറേ പേരുടെ പ്രക്ഷോഭങ്ങൾ ഞാനിവിടെ കണ്ടു. പക്ഷേ ആഫ്റ്റർ ഓൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെക്കാളും കുറച്ച് ലൈക്കും കമൻറ്റും ഫോളോവേഴ്സും സോക്കോൾഡ് ഫാൻസും ഉള്ളത് കൊണ്ട് മാത്രം ഇവരാരും മനുഷ്യരല്ലാതാവുന്നില്ല. ഇപ്പം എൻ്റെ നിങ്ങളുടെയും കാര്യം എടുക്കാം. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന അതേ ഇൻറ്റൻസിറ്റിയോട് തന്നെ കേരളത്തിലും ഇന്ത്യയിലും അല്ലെങ്കിൽ ലോകത്ത് മറ്റെവിടെയെങ്കിലും നടന്നൊരു വിഷയത്തിന് വേണ്ടി നമ്മൾ ഇത്ര മാത്രം പ്രതികരിച്ചിട്ടുണ്ടാവില്ല. ഇത് തന്നെ ഈ സെലിബ്രിറ്റീസിന്റെ കാര്യത്തിലും ബാധകമാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകളും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസും ഉണ്ടായേക്കാം. പക്ഷെ അത് തുറന്ന് പ്രകടിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് ആസ് ആൻ ഇൻഡിവിജ്വൽ അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. ഒരു വ്യക്തി അയാൾ ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിന്റെയോ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഒരു സിസ്റ്റത്തിന്റെയോ ഭാഗമല്ലെങ്കിൽ അയാൾക്ക് നമ്മളോട് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വേണ്ട എന്നുള്ളത് അയാളുടെ മാത്രം അവകാശമാണ്. അതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം അവരുടെ റെസ്പോൺസ് ഇത്തരം ഒരു മൊമെന്റിനെ എത്രത്തോളം സ്വാധീനിക്കും എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, പക്ഷേ ഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മൾ ഒരാളെ ഫോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത് അവരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതായി മാറുകയാണ്. കുറച്ചുകൂടി സിമ്പിളായിട്ട് ചോദിച്ചാൽ, നാളെ ഈ സെലിബ്രിറ്റീസ് ഫോട്ടോയോ സ്റ്റാറ്റസോ സ്റ്റോറിയോ ഒന്നും ഈ വിഷയത്തെ പറ്റി ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ പ്രതികരിക്കാതിരിക്കും. നമ്മളൊരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതും പ്രതികരിക്കുന്നതും എപ്പോഴും നമ്മുടെ ശരികൾ മുൻനിർത്തിയായിരിക്കണം. അതൊരു സോഷ്യൽ വാലിഡേഷനോ ഒരു സെലിബ്രിറ്റി സപ്പോർട്ടോ പ്രതീക്ഷിക്കരുത്. ഒരുപാട് ആളുകൾ പിന്തുണച്ചതുകൊണ്ട് മാത്രം ലോകത്തൊരു സമരവും വിജയിച്ചിട്ടില്ല. ഒരുപാട് ആളുകളൊപ്പം നിന്നില്ല എന്ന് കരുതി ഒരു സമരം വിജയിക്കാതിരുന്നിട്ടുമില്ല. സോ നീ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നിന്റെ ശരിക്ക് വേണ്ടിയായിരിക്കണം, ഒരിക്കലും മറ്റൊരാളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത്. 20ഓളം വിദ്യാർത്ഥികളുടെ മരണം, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ട അവസരങ്ങൾ, ഇതിൻ്റെ എല്ലാം അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് സർക്കാർ ഇതിൽ നടപടിയെടുക്കണം എന്ന് തന്നെ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ലെറ്റ്സ് റിയാക്ട്.